നാമത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിലൂടെ അടുത്ത് വരുവാൻ ഈ പകൽക്കാലം കർത്താവ് കൃപ ചെയ്തല്ലോ. ഹല്ലേലൂയ. സിംഗപ്പൂർ എബനേസർ മലയാളം ചർച്ചിലെ എല്ലാ കർത്തൃദാസിമാർക്കും വിശേഷാൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കും സഭയോടുമുള്ളതായിരിക്കുന്ന സ്നേഹവും വന്ദനത്തെ അറിയിക്കുന്നു. ഇപ്രകാരം ഒരു വേദി കർത്താവ് എനിക്ക് വേണ്ടി തങ്ങളുടെ മക്കൾ കൂടി ഒരുക്കി തന്ന കർത്താവിന്റെ വിലയേറിയ അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തുന്ന എല്ലാവിധങ്ങൾക്കുമായി നന്ദി പറഞ്ഞുകൊണ്ട് തിരുവചനത്തിലേക്ക് കടപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തോടു കൂടി കർത്താവ് എന്നെ എന്റെ ജീവിതത്തിൽ നിന്നായിരിക്കുന്ന ചില സാക്ഷ്യങ്ങൾ കൂടി ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അത് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവജനം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണേതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണേത്, പിരിയാ ബന്ധമാണേത്, പിരിയ ബന്ധമാണേത് യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹം വരെ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനെ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനവുമായി ദൈവസന്നിധിയിൽ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഏത് ആത്മാവിൽ എഴുതപ്പെട്ടോ അതേ ആത്മാവിൽ ഇന്ന് പകൽക്കാലം വചനം ശുശ്രൂഷിപ്പാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പകരണമേ കർത്താവേ. ഈ ദിവസത്തിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം വലിയ അനുഗ്രഹമാകട്ടെ, ഒരു വിടുതലായി തീരട്ടെ. തങ്ങളെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓടുന്ന ഓട്ടം വിരുദിനോ ഹല്ലുലി പ്രാപിപ്പാൻ തക്കവണ്ണം ഈ നാളുകൾ ഞങ്ങളൊന്ന് ഓടുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുന്ന വചനമായി ഇന്ന് പകൽക്കാലം തീർക്കണമേ കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമായും ശക്തമായി ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിനാ ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഏവർക്കും സുപരിചിതമായിരിക്കുന്ന വാക്യമാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്ന. ഉത്തരഗിരിയായ സിയോൻ, മഹാരാജാവിന്റെ നഗരമായ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ഹല്ലേലൂയ, അത് തന്നെ അതിന്റെ മനോഹരം അതിന്റെ സർവ്വഭൂമിയുടെയും ആനന്ദമായി തീർന്നിരിക്കുന്ന വിഷയത്തെ പറ്റിയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. സങ്കീർത്തനത്തിൽ കോരഹൂത്തന്മാരുടെ ഒരു സങ്കീർത്തനമാണ് നാം കാണുന്നത്. എന്നാൽ സങ്കീർത്തനം എന്തിനു വേണ്ടി രചിച്ചുവെന്ന്, എന്തിനു വേണ്ടിയാണ് സങ്കീർത്തനം പാടിയത്? തന്റെ ഇസ്രായേൽ മക്കളുടെ ആലയമായിരുന്ന യെരൂശലേം ദേവാലയത്തിൽ അവർ ദൈവത്തെ പാടി ആരാധിക്കുന്നതിന് വേണ്ടി സങ്കീർത്തനങ്ങൾ രചിച്ചിരുന്നു. ദാവീദും സങ്കീർത്തനം എഴുതിയിരുന്നു. ദാവീദ് സങ്കീർത്തനം എഴുതി മറ്റുള്ളവരിൽ കൊടുത്തു വിട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ഒരു ഉദാഹരണമാണ് ദാവീദ് രാജാവ് സങ്കീർത്തനം എഴുതി കൊടുക്കുന്നത്. സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കിട്ടും. അങ്ങനെ കോരഹപുത്രന്മാർ ദൈവത്തിന് സങ്കീർത്തനം, ഹല്ലേലൂയ, അവർ പാടിയതായിട്ട് അവർ എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനം ഹല്ലേലൂയ നോക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ നമുക്ക് എന്ത് പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും ഹബക്കൂക്കിന്റെ പ്രവചനത്തിലും ഒക്കെ നോക്കിയാൽ സങ്കീർത്തനത്തെ പറ്റി കാണുവാനായിട്ട് കഴിയുമെന്നാൽ ഇവിടെ വായിക്കുന്നതായിരിക്കുന്ന ഈ സങ്കീർത്തന ഭാഗത്തിൽ ഹല്ലേലൂയ ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ആ സിയോൻ പർവ്വതം ഹല്ലേലൂയ മനോഹരവും അത് സർവ്വഭൂമിയുടെയും ആനന്ദമായി തീർന്നിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുമ്പോൾ ഇത് പുതിയ നിയമസഭയുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ കണക്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ ആദ്യമായിട്ട് നാം നോക്കുമ്പോൾ ഉത്തരഗിരി ആയിരിക്കുന്ന സിയോൻ പർവ്വതത്തെ പറ്റി പറയുന്നു. ഈ ഉത്തരഗിരി ആയിരിക്കുന്ന സിയോൻ പർവ്വതം
അത് യെരുശലേമിലാണ്. ഹാലലുയ. യെരുശലേമിൽ പേരെടുത്ത പല പർവ്വതങ്ങളും മലകളും ഉണ്ടെങ്കിലും ഇത് പലസ്തീൻ നാടിലാണെന്ന് പലർക്കും അറിയാം, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. ഹാലലുയ. എന്നാൽ ഈ പർവ്വതങ്ങൾ പലതിനെ പർവ്വതത്തെ കുന്നായിട്ടും കുന്നിനെ മലയായിട്ടും ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഹാലലുയ തിരുവചനത്തിൽ കൂടി കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഹാലലുയ പഠിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്, ഹെർമോൻ. ഹെർമോനെ പറ്റി അധികം ആരും സംസാരിക്കാറില്ല. നാം ഒലിവുമലയെ പറ്റി സംസാരിക്കാറുണ്ട്, മറ്റുള്ള മോറിയ മലയെ പറ്റി സംസാരിക്കാറുണ്ട്, അങ്ങനെ പല മലകളെ പറ്റി സംസാരിക്കാറുണ്ടെങ്കിലും ഈ ഹെർമോനെ പറ്റി പലരും അങ്ങനെ സംസാരിക്കാറില്ല. എന്നാൽ ഈ ഹെർമോനെ പറ്റി നാം പഠിച്ചു നോക്കുമ്പോൾ ഗലീലക്കടലിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ ദൂരെയാണ് ഈ ഹെർമോൻ പർവ്വതം സ്ഥിതി ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ഹെർമോൻ പർവ്വതത്തിൽ എന്തുണ്ട്? മഞ്ഞുണ്ട്. ഈ ഹെർമോൻ പർവ്വതത്തിൽ നേരത്തെ കനാന്യർ അവിടെ ബാലിനെ ആരാധിച്ചിരുന്നത് കൊണ്ട് ഇതിനെ ബാൽ ഹെർമോൻ എന്നും, അത് സീതോന്യർ അവിടെ അതിനെ സീതോര്യർ എന്നും, അമോനർ അതിനെ സെനീർ എന്നും വിളിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 133 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇപ്രകാരം പറയുന്നു, ദാവീദിന്റെ നഗരമായ സിയോനിൽ ഹാലലൂയ. അവിടെ നമുക്ക് സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ്, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് ഹെർമോന്യ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായിരിക്കുന്ന ജീവനും കൽപ്പിച്ചിരിക്കുന്നെന്ന് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇതിന്റെ ഹാലലുയ അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അനുഗ്രഹം നിറയുന്ന, അനുഗ്രഹം കടന്നു വരുന്ന വഴി എന്താണ്? അത് അനുഗ്രഹമുള്ളിടത്ത് മഴയുണ്ട്, മഞ്ഞുണ്ട് എന്നാൽ കാണുവാനായിട്ട് കഴിയും. ഇതൊന്നുമില്ലാതിരിക്കുന്നിടത്ത് ശാപമായും പാപമായും കിടക്കുക. യശപ്രവചനം പഠിച്ചു നോക്കുമ്പോൾ നമുക്കവിടെ വരണ്ട നിലത്തെ പറ്റിയൊക്കെ കാണുവാനായിട്ട്, മുള്ളും പറക്കാര ഇതൊക്കെ നമുക്ക് കാണുവാനായിട്ട്, ഇതൊന്നും അനുഗ്രഹത്തിന്റെയോ നന്മയുടെയോ വഴിയല്ല, അത് ശാപത്തിന്റെയും പാപത്തിന്റെയും ഒരു അടയാളമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദാവീദ് ഇവിടെ പറയുകയാണ്, എന്താ ദാവീദ് പറയുന്നത്? അതെ, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ് ഹെർമോന്യ മഞ്ഞ് പോലെയും, അത് അവിടെ യഹോവ അനുഗ്രഹവും ശാശ്വതമായിരിക്കുന്ന ജീവനും കൽപ്പിച്ചിരിക്കുന്നു. ആലങ്കാരികമായിരിക്കുന്ന ഭാഷയിൽ അത് ദാവീദ് അതിനെ വർണ്ണിച്ച് കാണിക്കുമ്പോൾ ഇപ്രകാരം, സിയോൻ നഗരം, തന്റെ നഗരമായിരിക്കുന്ന സിയോൻ നഗരത്തിൽ ഹെർമോന്യ മഞ്ഞ് കൊണ്ട് അതിനെ എന്ത് ചെയ്യിപ്പിക്കുന്നു? അവിടെ മഞ്ഞ് പെയ്യ്ക്കുന്നതായിട്ട് ആലങ്കാരിക ഭാഷയിൽ അവിടെ ദാവീദ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പറയുന്ന മഴയും മഞ്ഞും ഒക്കെ അനുഗ്രഹമായി നിൽക്കുമ്പോഴും അത് യേശുക്രിസ്തുവിനോട് ബന്ധിച്ച് ഈ ഹെർമോന്യ പർവ്വതത്തിൽ ചില പ്രത്യേകതകളുണ്ട്. പലരും ഒരുപക്ഷെ അത് അത്രമാത്രം ചിന്തിക്കാറില്ല. എന്നാൽ ഈ ഹെർമോന്യ പർവ്വതത്തിൽ നാം യേശുക്രിസ്തുവിനെ പറ്റി നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുവാനായിട്ട് കഴിയുന്നത്? ശിഷ്യന്മാരുമായിട്ട് ഇപ്രകാരമാണ് വചനത്തിൽ പറയുന്നത്, ശിഷ്യന്മാരുമായിട്ട് കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് കടന്നുപോയി. എന്നാൽ ഉയർന്ന മലയിലേക്ക് കടന്നു പോകുമ്പോൾ 12 ശിഷ്യന്മാരും യേശുക്രിസ്തുവിനോടുകൂടി കടന്നു പോകുന്നില്ല. 3 ശിഷ്യൻ, അതാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 ശിഷ്യന്മാരും ഒരു ഇന്നർ സർക്കിൾ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ഒരു ത്രയം ഉണ്ടാക്കിയിട്ട് യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? ഈ ഉയർന്ന മലയിലേക്ക് കടന്നു പോകുക. ഉയർന്ന മലയിലേക്ക് കടന്നു പോയി കഴിഞ്ഞതായിരിക്കുന്ന അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്നുണ്ട്. അവിടെ പഠിച്ചു നോക്കുമ്പോൾ അവിടെ ചെന്നിട്ട് എന്താ സംഭവിക്കുന്നത്? യേശു കർത്താവ് അവിടെ ചെന്നിട്ട് തന്റെ വസ്ത്രം, ഹല്ലേലൂയ, തനിക്ക് അവിടെ ഒരു രൂപാന്തരം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ രൂപാന്തരം സംഭവിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഇപ്രകാരമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതിലപ്പുറമായി ഉടമാന രഗതന വൈഡ പ്രൗഢമാന പല വെണ്മയായി ഹല്ലേലൂയ അത് അവർ നോക്കിയപ്പോൾ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് അപ്രകാരമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കർത്താവിനെ അവർ കാണുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ വെണ്മയേറിയ കർത്താവ്, തന്റെ വസ്ത്രം വെണ്മ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായി തേജസ്സേറിയവൻ ഹല്ലേലൂയ ഇറങ്ങി നിൽക്കുമ്പോൾ അവിടെ പത്രോസും യാക്കോബും യോഹന്നാനും ഇരിക്കുമ്പോൾ അവർ മറ്റ് 2 പേർ കൂടി ഇറങ്ങി വന്ന് കർത്താവുമായി സംഭാഷിക്കുന്നത് ഹല്ലേലൂയ ഇവർ കാണുകയാണ്. ഇങ്ങനെ സംഭാഷിച്ച് നിൽക്കുമ്പോൾ പത്രോസ് എടുത്തുചാട്ടക്കാരനാ, അതൊക്കെ ശരിയാ. എന്നാൽ പത്രോസ് പറയുകയാ,
കർത്താവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. ഒന്ന് യോശുവയ്ക്കും, ഒന്ന് ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. ഹല്ലേലൂയ. ഈ വെളിപ്പാട് യേശു കർത്താവ് പറഞ്ഞു കൊടുത്തില്ല. യേശു കർത്താവ് പത്രോസ് ആരെ കണ്ടിട്ടില്ല? മോശയെ കണ്ടിട്ടില്ല, ഏലിയാവിനെ കണ്ടിട്ടില്ല. എന്നാ പത്രോസ് പറയുക, 3 കുടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. വെളിപ്പാട് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പ്രിയ ദൈവജനമേ, ഇന്ന് അനേകർ വെളിപ്പാടില്ലാത്തവരായി ഉഴഞ്ഞു നടക്കുമ്പോൾ വെളിപ്പാടിന്റെ ആദിക്യ നിമിത്തം പത്രോസ് പറയുക, ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഉണ്ടാക്കട്ടെ. ഹാലലൂയ. അപ്പൊ അതിനു മുമ്പ് ഇപ്രകാരം കർത്താവ് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസിനോട് മാത്രമല്ല, തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുക, ഹാലലൂയ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്താണ് എന്റെ ഐഡന്റിറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെയും പത്രോസ് പറയുക, അത് എനിക്ക് മനസ്സിലായി ഒന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു തന്നെയാ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വെളിപ്പാട് പ്രാപിച്ച ദൈവജനം അടങ്ങിയിരിക്കരുത്. ഈ നാളുകൾ അനേകർ ഹല്ലേലൂയ അത് വീണിരിക്കുമ്പോൾ, അനേക ഭക്തന്മാർ പട്ടുപോയ പോർക്കളത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് ഈ ദിവസങ്ങൾ മൂർച്ചയുള്ളതാക്കി തീർക്കുവാൻ, അതൊന്നുകൂടി പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഈ നാളുകൾ ഞാൻ നിങ്ങളെ വെറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ അതേ വെളിപ്പാടിനാ സ്വർഗം നമ്മെ നിറയ്ക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ, ദൈവം യേശു കർത്താവിന്റെ ഹല്ലേലൂയ ആ രീതിയെ, അല്ലെങ്കിൽ യേശു കർത്താവ് എന്താഗ്രഹിച്ചോ അത് ഞാൻ ആരാണെന്ന് എല്ലാവരും എന്താണ് എന്നെ പറ്റി പറഞ്ഞ, മറ്റു പലര് മോശയാണെന്ന് പറയുന്നവരുണ്ട്, ഏലിയാവാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ പറ്റി എന്ത് പറയുന്നു? ആ ഒരു വെളിപ്പാട് പ്രാപിച്ച പത്രോസ്, ഹല്ലേലൂയ, ഈ പത്രോസ് ഹല്ലേലൂയ എന്താ നമുക്ക് കാണുവാനായിട്ട് കണ്ടത്? അടുത്ത 2 രൂപാന്തരം, അത് ഈ അർത്ഥത്തിലല്ല എന്ന് നാം ഒന്ന് ചിന്തിക്കണം. 2 രൂപാന്തരം കൂടെ തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രൂപാന്തരം എന്ന് പറയുന്നത് യേശു കർത്താവ് ആ മലയിലേക്ക്, മറുരൂപ മലയിലേക്ക് അല്ലെങ്കിൽ ഹെർമോനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹെർമോൻ പർവ്വതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ട്രാൻസ്ഫോർമേഷനെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അടുത്ത രൂപാന്തരം, 2 രൂപാന്തരം കൂടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ജനത്തോട് വിളിച്ചു പറയുക, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഒരാഹ്വാനം ചെയ്യുക, നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനെ പറ്റി അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അടുത്ത രൂപാന്തരത്തെ പറ്റി 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മുഖം മൂടി, ഹല്ലേലൂയ. അത് മോശയെ പറ്റി നാം പഠിച്ചു നോക്കുമ്പോൾ, മോശ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ ഹല്ലേലൂയ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഹല്ലേലൂയ മോശയിലേക്ക് കടന്നു വന്നിട്ട് മോശയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം, ആ തേജസ്സിന് മുൻപിൽ അവർക്ക് നിൽപ്പാൻ കഴിയാതെ വണ്ണം കടന്നു വന്നപ്പോൾ ഒരു മൂടുപടം ഇട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ പ്രാപിച്ച ഞാൻ നിങ്ങളും എപ്രകാരമാ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, ആ ദാനമാകുന്ന ആത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായി ഞാൻ നിങ്ങളുമായിരിക്കുന്നുവോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യേണ്ടതായിരിക്കുന്ന ഹല്ലേലൂയ സമയമാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ വായിച്ചതായിരിക്കുന്ന വചനത്തിൽ
കാണുവാൻ കഴിയുന്നത് ഉത്തരഗിരി ആയിരിക്കുന്ന സിയോൻ പർവ്വതത്തെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. സിയോൻ പർവ്വതം, ഹല്ലേലൂയ. ഈ സിയോൻ പർവ്വതത്തിൽ ഹല്ലേലൂയ എന്തുണ്ട്? അവിടെ സിയോൻ പർവ്വതത്തിൽ നിന്ന്, സിയോൻ കോട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിയോൻ എന്ന് പറയുന്നത്, അത് ഹല്ലേലൂയ വേറൊരു വ്യക്തിയിൽ നിന്ന് അത് ദാവീദ് രാജാവ് പിടിച്ചെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പിടിച്ചെടുത്തതായിരിക്കുന്ന ഹല്ലേലൂയ ഈ സിയോൻ കോട്ട, ഹല്ലേലൂയ, നമുക്ക് ഈ സിയോൻ കോട്ട പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു? അത് ദാവീദ് തന്റെ രാജ്യമാക്കി അതിനെ തീർത്തെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെയാണ് ഹല്ലേലൂയ എന്ത്? ദാവീദ് ആലങ്കാരികമായിരിക്കുന്ന ഭാഷയിൽ പറഞ്ഞത് എന്ത്? ഹല്ലേലൂയ, അതെ, സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞ്, ഹെർമോന്യ മഞ്ഞ് പോലെ എന്ന് ആലങ്കാരികമായിരിക്കുന്ന ഭാഷയിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് പ്രഭാതത്തിൽ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ, തിരുവചന സത്യങ്ങളെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണം. പിന്നെ നമുക്ക് അവിടെ ഹല്ലേലൂയ പർവ്വതങ്ങൾ എങ്ങനെയുണ്ടായി, ഭൂമണ്ഡലങ്ങൾ എങ്ങനെയുണ്ടായി എന്നതിനെയൊക്കെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 90-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടായതിനു മുൻപേ, അതായത് രണ്ട് ഹല്ലേലൂയ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടായതിനു മുൻപേ, പർവ്വതങ്ങളും ഹല്ലേലൂയ ഉണ്ടായതിനു മുൻപ്, അങ്ങനെ രണ്ട് ഹല്ലേലൂയ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദാവീദ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ അങ്ങനെ ഈ ദാവീദ് ഹല്ലേലൂയ ഈ സിയോനെ പറ്റി പഠിപ്പിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ തിരുവചനത്തിൽ കൂടി പഠിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഹല്ലേലൂയ കുറിവാക്കത്തിലെ സിയോൻ, നീ ഹല്ലേലൂയ ജെറുസലേമിനടുത്തും അത് 4 മലകള്, അതിലൊരു മലയാണ് എന്താ ഈ സിയോൻ എന്ന് പറയുന്നത്. അത് നേരത്തെ എബ്യൂസ്യരുടെ കയ്യിലായിരുന്നു. ഈ എബ്യൂസ്യരുടെ കയ്യിൽ നിന്ന് ഇരുന്നപ്പോൾ തന്നെയാണ് ദാവീദ് രാജാവ് അതിനെ പിടിച്ചടക്കുവാനായിട്ട് ഇടയായിട്ടുന്നത്. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഈ സിയോന് യാതൊരു വിധമായിരിക്കുന്ന പ്രാധാന്യം ഇല്ലായിരുന്നുവെങ്കിലും ദാവീദിന്റെ ഗോത്രത്തിൽ യേശു കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ വലിയ ഹല്ലേലൂയ പ്രത്യേകത ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ അത് പഠിച്ചു നോക്കുമ്പോൾ ദാവീദിന്റെ ഭരണകാലം എന്ന് പറയുന്നത് വളരെ സുവർണകാലമായിരുന്നു. എന്നാൽ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ആകെ 1 വർഷം മാത്രമേ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്തുള്ളൂ? ഈ ശൗൽ രാജാവ് ഭരണം നടത്തിയിരുന്നുള്ളൂ. എന്നാൽ ബാക്കി 39 വർഷവും ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവനായി ഹല്ലേലൂയ ശൗലായിരുന്നു. പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നഷ്ടമാക്കി കളയരുത്. ഒരു ഭാഗത്ത് ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കരുത്. പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിന്നും എടുത്തു കളയാതിരിക്കേണ്ടതിന് ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിൽ നാം അകപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നമ്മോട് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ കുറിവാക്യം ഹല്ലേലൂയ ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്നവൻ, ഹല്ലേലൂയ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, ഹല്ലേലൂയ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ ശൗല വീണു പോയപ്പോൾ ഒരു ദാവീദിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ദാവീദിന് ശേഷമായിട്ട് ശലോമോൻ കടന്നു വന്നു. ശലോമോൻ കടന്നു വരുമ്പോൾ അവന് വിവേകം കൊടുത്തു, എല്ലാ നന്മകളും കൊടുത്തു. എന്നാൽ തന്റെ പിതാവിനെ പോലെ ദൈവസ്ഥലിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തന്റെ ഭാര്യമാർ മുഖാന്തരമായി അന്യ ദൈവങ്ങളെ സേവിച്ച് ഹല്ലേലൂയ എന്ത് ചെയ്തു? ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുവാൻ അത് ഹല്ലേലൂയ അത് വിശുദ്ധന്മാരുടെ പട്ടികയിൽ ശലോമോൻ ഇടം നേടുവാനായിട്ട് ഇടയായി തീർന്നില്ല. ദൈവജനമേ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ തിരുവചന സത്യങ്ങൾ നാം ഗ്രഹിക്കുമ്പോൾ വെറുതെ നാം വായിച്ചു വിടുന്നവരായിരിക്കരുത്, വെറുതെ നാം കേൾക്കുന്നവരായിരിക്കരുത്. കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനം ഞാൻ പറഞ്ഞുവല്ലോ, ഹല്ലേലൂയ ഈ വായിച്ചതായിരിക്കുന്ന വാക്യം പുതിയ നിയമ ഹല്ലേലൂയ സഭയോട് ബന്ധിച്ച് പറയുവാനായിട്ട് അതിനെ കണക്ഷൻ ചെയ്ത് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുവല്ലോ. വായിച്ചതായിരിക്കുന്ന സങ്കീർത്തന ഭാഗം ഒരു ഭാഗം ഹല്ലേലൂയ അത് മഹാരാജാവിന്റെ നഗരമായിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ മഹാരാജാവ് ആരാണെന്ന് സ്പഷ്ടമല്ലെങ്കിലും ഹല്ലേലൂയ അവിടെ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന കോരഹപുത്രന്മാർക്ക് ഒരു രാജാവ്, അന്ന് ജാതീയ രാജാക്കന്മാരുണ്ടായിരുന്നു എങ്കിലും ഇസ്രായേലിൽ എന്തില്ല? ഒരു രാജാവില്ലായിരുന്നു. ഈ കോരഹിന്റെ ഒക്കെ കാലം അവരുടെ മരുഭൂപ്രയാണത്തിൽ വെച്ച് നടന്ന സംഭവം
ഇത് കാലം കോരഹപുത്രന്മാരുടെ കാലം കഴിഞ്ഞു, യോശുവയുടെ കാലം കഴിഞ്ഞു, ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞു. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? രാജാക്കന്മാരുടെ കാലം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ ഹാലലുയ ഈ അത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ എഴുതിയിരിക്കുന്ന മഹാരാജാവിനെ പറ്റി പറയുന്നത് അത് യേശു കർത്താവിലേക്ക് അതിന്റെ വർണ്ണനകൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ എനിക്ക് ഇതിനോടനുബന്ധിച്ച് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമുണ്ട്. യൂദായുടെ ലേഖനത്തിൽ ഹല്ലേലൂയ യൂദ എന്തിനെ പറ്റിയാണ് എഴുതുവാനായിട്ട് ആഗ്രഹിച്ചത്? ആദ്യത്തെ 2 വാക്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഭാഗം എന്ന് പറയുന്നത് പൊതുവിലുള്ള രക്ഷയെ പറ്റി ഹല്ലേലൂയ ആശംസിച്ച് ഹല്ലേലൂയ പൊതുവിലുള്ള രക്ഷയെ പറ്റി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതുവാൻ യൂദ ആഗ്രഹിച്ചെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അത് ഹല്ലേലൂയ അത് പരിശുദ്ധാത്മാവ് അതിന് ഹേമിക്കാതെ വണ്ണം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് യൂദയെ കൊണ്ട് ഹല്ലേലൂയ വിശ്വാസത്തിൽ എങ്ങനെ പോരാടണം, വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നതായിട്ട് ഹല്ലേലൂയ യൂദയുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നാം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് തുണ നിൽക്കുകയില്ല. ദൈവഹിതമല്ലെങ്കിൽ ദൈവം അതിനെ മാറ്റുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ഹിതമാവണം, ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളുമായിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഡയറക്ഷൻ നൽകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അങ്ങനെ ഈ സങ്കീർത്തനങ്ങളിലും സംഭവിച്ചത് അത് തന്നെയാവാം. ഹല്ലേലൂയ. അതിന് ഈ മോശയും ഹല്ലേലൂയ ഈ കോരഹുമൊത്ത ആരാ? അവർ സമകാലികരാ, ഒരേ സാഹചര്യത്തിൽ അവർ ജീവിച്ചു വന്നവരായിരുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ ഈ വാക്യം സങ്കീർത്തനങ്ങളിലെ ഒരു പ്രവചന വാക്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹല്ലേലൂയ മഹാരാജാവിന്റെ നഗരമായിരിക്കുന്നതിനെ പറ്റി ആത്മദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് കോരഹപുത്രന്മാർ അത് എഴുതുമ്പോൾ അതൊരു പ്രവചന വാക്യമായിട്ട് നമ്മൾ 22-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ടല്ലോ. കർത്താവിന്റെ ക്രൂശീകരണത്തെ പറ്റി അവിടെ ഹല്ലേലൂയ വിവരിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ആ സംഭവങ്ങൾ മുഴുവനും നടന്നതായിട്ട് ഹല്ലേലൂയ നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. അതായത് ഹല്ലേലൂയ അങ്ങനെ തിരുവചന സത്യങ്ങളെ ഹല്ലേലൂയ നാം പഠിച്ചു നോക്കുമ്പോൾ ആ പ്രവചനം അക്ഷരം പ്രതിയായിട്ട് ഹല്ലേലൂയ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ സിയോൻ എന്ന് പറയുന്നത് അത് സർവ്വഭൂമിയുടെയും ആനന്ദമായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആനന്ദമായി ഹല്ലേലൂയ സിയോൻ എന്ന പ്രയോഗം പർവ്വതത്തെ മാത്രമല്ല സഭയെയും കുറിച്ച് പറയുന്നതായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ആത്മീയ ഹല്ലേലൂയ സഭയായിട്ട് നമുക്കതിനെ ഹല്ലേലൂയ തിരുവചന സത്യങ്ങളിൽ നിന്ന് നമുക്ക് ഹല്ലേലൂയ അത് മനസ്സിലാക്കുവാനായിട്ടും പഠിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതേ പർവ്വതം തത്വത്തിൽ എന്താണ്? അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ അതേ സഭയാണ്. ഹല്ലേലൂയ. സഭ നിൽക്കുന്നത് എവിടെയാ? പർവ്വതത്തിലാ. ഹല്ലേലൂയ. നാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു, എണ്ണ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ എണ്ണ എന്ന് പറയുന്നത് മുഴുവനും പരിശുദ്ധാത്മാവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇവിടെ ഹല്ലേലൂയ പർവ്വതം എന്ന് പറയുന്നത് എല്ലാ പർവ്വതങ്ങളും സഭയല്ല. എന്നാൽ കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടമായിരിക്കുന്ന ഈ സഭ. ഹല്ലേലൂയ. അപ്പോൾ കാണുന്നതെല്ലാം പർവ്വതമല്ല, കാണുന്ന എണ്ണ എല്ലാം പരിശുദ്ധാത്മാവല്ല എന്നുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. സർവ്വഭൂമിയുടെയും ആനന്ദമെന്ന് ഇവിടെ തിരുവചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുമ്പോൾ, അതായത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നല്ലോ സർവ്വഭൂമിയുടെയും ആനന്ദം. എന്താണ് ഈ ആനന്ദം? ഹല്ലേലൂയ. അത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ആ മഹാസന്തോഷമാണ് എന്ത്? സർവ്വഭൂമിയുടെയും ആനന്ദമായി. ഈ ആനന്ദം എന്ന് പറയുന്നത്, ഈ സന്തോഷം എന്ന് പറയുന്നത് അത് സുവിശേഷം തന്നെയാണെന്ന് ഹല്ലേലൂയ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നോ ഹല്ലേലൂയ ഈ മഹാസുവിശേഷം എന്ന് പറയുന്നത് അത് നമ്മുടെ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക, യേശു കർത്താവിനെ സ്വീകരിച്ചു കൊള്ളുക, യേശു കർത്താവിനോട് കൂടി നടക്കുക എന്നത് മാത്രമാണ്. ഹല്ലേലൂയ. അത് സഭയെ പർവ്വതത്തോട് സാധ്യപ്പെടുത്തിയ പല സംഭവങ്ങളെ പറ്റി നമുക്ക് തിരുവചനത്തിൽ കൂടി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പർവ്വതം എന്ന് പറയുന്നത് സുസ്ഥിരമാണ്. രാജ്യങ്ങൾ ഒരു നാളും എന്തല്ല? സ്ഥിരമല്ല. അതൊക്കെ
മാറ്റം ഹാലലൂയ മാറിപ്പോകും. അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ രാജ്യങ്ങളെ, വലിയ രാജ്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമുണ്ടായി അവർ കീഴ്പ്പെടുത്തി കളഞ്ഞ് അവരുടെ രാജ്യങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ട് ഇടയായി തീരും. ഇസ്രായേലിന് തന്നെ പലപ്പോഴും അവരെ എന്ത് ചെയ്തു? അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവർ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴും എന്താണ് അവർക്കുണ്ടായത്? പലപ്പോഴും മറ്റുള്ള ശക്തികൾ എന്ത് ചെയ്തിരുന്നു? അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് തന്റെ ഹാലലുയ രാജ്യത്തെ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ തന്റെ രാജ്യമായിരിക്കുന്ന ഭവനത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ഹാലലുയ നീ എന്റെ പർവ്വതത്തെ ഉറച്ച് നിൽക്കുമാറാക്കിയെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് തിരുവചനത്തിൽ. ആ 30-ാം സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. തന്റെ പർവ്വതത്തെ, തന്റെ രാജ്യത്തെ ഉറപ്പിച്ച് നിൽക്കുമാറാക്കിയത് ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണെന്ന് അവിടെ തറപ്പിച്ച് ഹാലലുയ ദാവീദ് രാജാവ് പറയുവാനായിട്ട് കഴിയുന്നു. ഹാലലുയ സഭയെ മറ്റു പലതിനോടും സാദൃശ്യപ്പെടുത്തലായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. കെട്ടിയടച്ച തോട്ടം, കാന്ത, അല്ലെങ്കിൽ മണവാട്ടി, ഗൃഹം, കൃഷി, ആലയം, കെട്ടിടം, ഹാലലുയ ശരീരം, ഇതെല്ലാം സഭയെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ സുപ്രധാനമായിരിക്കുന്ന ഹാലലുയ ഒരു സുപ്രധാനമായിരിക്കുന്ന മറ്റൊന്നാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈ ദൈവരാജ്യം പലപ്പോഴും ഹാലലുയ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ പലർക്കും തെറ്റായിട്ടുള്ള ഒരു ധാരണ കടന്നുകൂടാറുണ്ട്. എന്നാൽ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഈ ഹാലലുയ ഇവിടെ പറയുന്നതായിരിക്കുന്ന ഈ സഭ എന്താണ്? രക്ഷയ്ക്കുള്ള ആഹ്വാനമായിട്ട് ഈ തിരുവചനം നമ്മെ അറിയിക്കുമ്പോൾ, ഈ തിരുവചനം നമ്മോട് വിളിച്ചറിയിക്കുമ്പോൾ ഹാലലുയ ഇത് വരുവാനുള്ള ദൈവരാജ്യം ദൈവസഭയാകുന്നു. അല്ലെങ്കിൽ ഇത് ദൈവസഭയെ പറ്റിയാണ് പറയുന്നത്. ഹാലലുയ വരുവാനുള്ള, അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതായിരിക്കുന്ന ദൈവസഭയെ പറ്റിയാണ് ഇത് പറയുന്നത്. ഹാലലുയ അത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ. അവിടെ ഹാലലുയ ദൈവസഭയിൽ എല്ലാവരും കൂടിയിരുന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവസഭയിൽ സംസാരിക്കുകയും ദൈവം കൊടുത്ത കൃപയ്ക്കൊത്തവണ്ണം അവർ നിൽക്കുകയൊക്കെ ചെയ്ത് നമുക്ക് തിരുവചനത്തിൽ കൂടി പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ തിരുവചനം ഹാലലുയ തിരുവചനം ദൈവരാജ്യം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ദൈവരാജ്യം ദൈവസഭയാകുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മറ്റൊരിടത്ത് കാണുവാനായിട്ട് കഴിയുന്നത്, പിന്നെ അവൻ അവരോട് ഹാലലുയ ദൈവരാജ്യത്തിന് ശക്തിയോടെ വരുന്നത് കാണുവോളം നിങ്ങൾ എന്ത് ചെയ്യില്ല? മരണം ആസ്വദിക്കാത്തവർ ചിലർ ഹാലലുയ ഈ നിൽക്കുന്നവരുടെ കൂടെ ഉണ്ട് എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹാലലുയ ഇത് സഭ വന്ന ദൈവരാജ്യമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഹാലലുയ തിരുവചനത്തെ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്രകാരമാണ് നാം ദൈവത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം, സഭയ്ക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം? സഭയിൽ ഹാലലുയ പുറമേ കാണുന്ന ശക്തിയല്ല ഹാലലുയ. അങ്ങനെയെങ്കിൽ ഇതൊരു മറ്റൊരു വിധമായിരിക്കുന്ന ശക്തിയായിരുന്നുവെങ്കിൽ, കർത്താവിനെ പിടിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ വാൾ കൊണ്ട് ഹാലലുയ ഒരു കാത് അറുത്ത് കളഞ്ഞെങ്കിൽ ഒരു നിമിഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാർ ചെയ്ത് പിടിക്കുവാനായിട്ട് കടന്നു വന്നവരെ കീഴ്പ്പെടുത്തി കളയുമായിരുന്നു. എന്നാൽ ഇത് ദൈവശക്തിയാകിയ സഭ എന്ന് പറയുന്നത് ദൈവശക്തിയിൽ നിലനിൽക്കുന്നതാ. അത് കർത്താവാകുന്ന പാറമേൽ നിലനിൽക്കുന്നതാകിയാ അതിനെന്തില്ല, ഇളക്കമില്ല എന്ന് തിരുവചനത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ നാം സഭയെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ അടുത്ത് യെശയ്യാ പ്രവാചകനും മീഖാ പ്രവാചകനും ഒരുപോലെ വിളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട്. അവർ രണ്ടുപേരും സമകാലികരാണ്. ഹാലലുയ അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തുമേ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കും. ഈ രണ്ടുപേരും, അതായത് യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, മീഖാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും സ്പഷ്ടമായിട്ട് വിളിച്ചറിയിക്കുന്ന ഈ ഭാഗമുണ്ട്. ഈ പർവ്വതവും ആലയും സഭയ്ക്ക് സാദൃശ്യമെന്ന് നാം നേരത്തെ കേട്ടുവല്ലോ. ഇങ്ങനെ ഈ രണ്ടും ഒരുപോലെ വരുന്ന ഭാഗം, അതായത് ആലയും സഭയും ഒരുപോലെ വരുന്ന ഭാഗമാണ് ഇവിടെ യെശയ്യാ പ്രവാചകനും മീഖാ പ്രവാചകനും ഒരുപോലെ വിളിച്ചു പറയുന്നത്. ചരിത്രപരമായി ഈ രണ്ട് പ്രവാചകന്മാര് സമകാലികരെങ്കിലും അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്ന ഈ തിരുവചനം സഹസ്രാബ്ദ ഹാലലുയ രാജ്യത്തിലായിരിക്കുന്ന സഹസ്രാബ്ദ ആലയവും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക്, അല്ലെങ്കിൽ സഹസ്രാബ്ദ രാജ്യത്തിലെ കുറിച്ച്, സഹസ്രാബ്ദ ആലയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് കാണുവാൻ ആദ്യമേ രണ്ട് കാര്യങ്ങൾ നാം പഠിച്ചത്, അല്ലെങ്കിൽ നാം ചിന്തിച്ചത്, അത് ദൈവസഭയെ കുറിച്ചും പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്ന
പറഞ്ഞിരിക്കുന്നത് ഹാലലു വരുവാനുള്ള അല്ലെങ്കിൽ സഹസ്രാബ്ദ ആലയത്തെ പറ്റി രാജ്യത്തെ പറ്റിയാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് പർവ്വതങ്ങളുടെ ശിഖരങ്ങന്മേൽ ഹാലലൂയ ഉന്നതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. അത് പർവ്വതങ്ങൾക്ക് മീതെ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഹാലലൂയ സഹസ്രാബ്ദ വാഴ്ചയിൽ ഹാലലു എന്ത് വെള്ളം സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അവിടെ പ്രവാചകൻ ഇപ്രകാരമാ പറയുന്നത്, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ ഹാലലൂയ അത് പരിജ്ഞാനം കൊണ്ട് നിറയപ്പെടുവാനായിട്ട് ഇടയായി. ഭൂമി വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അത് ഭൂമിയിൽ വെള്ളം എത്ര അളവുണ്ടെന്നും ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഏതൊക്കെ അളവിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ ഇവിടെ കർത്താവ് പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരെ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഹാലലൂയ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയപ്പെടുന്ന ഒരു സമയം. അന്ന് ദൈവം രാജാതിരാജാവും അന്ന് നമ്മുടെ കർത്താവുമായി എല്ലാറ്റിനും പൂർണ്ണത ഇന്ന് പലരും ഹാലലുയാ നമ്മെ മാറ്റി നിർത്തുമ്പോൾ, പലതും പൂർണ്ണമാകാതിരിക്കുമ്പോൾ, പലരും നിന്നിച്ച് തള്ളുമ്പോൾ, പലരും ഒറ്റപ്പെടുത്തുമ്പോൾ ഹാലലുയ്യ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. എല്ലാം പരിജ്ഞാനത്തിൽ കർത്താവ് സകലതും പരിജ്ഞാനത്തിൽ നിറച്ചുകൊണ്ട് സകലത്തെയും പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനമുണ്ട്. അന്ന് യുദ്ധോപകരണങ്ങൾ പോലും എന്താ സമാധാനത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദിനമാ. ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ദൈവത്തെ അറിയുന്ന ഭവനത്തിൽ പോലും സമാധാനമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം പറയുന്നു, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസമുണ്ട്. എന്നാൽ പലപ്പോഴും നിന്റെ ഹൃദയം ശൂന്യത പോലെ, പലപ്പോഴും മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്ന പ്രിയ ദൈവമേ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഓർമ്മിപ്പിക്കുകയോ ഹല്ലേലൂയ ഈ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിനം സകലതും മാറ്റിമറിച്ചിട്ട്, സകല നിന്ദകളും അപമാനങ്ങളും മാറ്റിമറിച്ചിട്ട് നിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാ. നിന്റെ ഭാരം വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഈ തലമുറയുടെ വിഷയത്തിന്മേലാണോ നീ ഭാരപ്പെടുന്നത്? ഹാലലു നന്മകളുണ്ട്, സമ്പത്ത് ധാരാളമുണ്ട്, എന്നാൽ ഹാലലുയ ജീവിതത്തിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് ഇപ്രകാരം തന്നെ പറയുക, സ്വസ്ഥമായിട്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുവാനായിട്ട് കഴിയില്ല. മനസ്സ് അസ്വസ്ഥതപ്പെടുന്നത് പോലെ ഓ റിബന വല വൗഡ പ്രൗഢമാല വല വൗഡാരകദന റീവൽഗല റീവാരവല വൗഡേരകദന വൈഡ പ്രൗഢമാല വല വൗഡ പ്രൗഢമാ ഉടബനാരകദന കുടുംബ ജീവിതത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥതകൾ ഇട്ടുകൊണ്ട് ഉടബനാരകദനെ വൈഡ പ്രൗഢമാല വലവാ പോരാടി നിൽക്കുന്ന ദുഷ്ടമണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം നസറനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർന്നു മാറട്ടെ. ഏത് വിഷയത്തിലാ ഭാരപ്പെടുന്നത്? തലമുറയില്ലാതെ ഭാരപ്പെടുന്നുവോ? അത് ഹല്ലേലൂയ മറ്റു വിഷയങ്ങളുടെ പോലത്തെ ജോലിയോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നുവോ? തലമുറകൾ ഇല്ലാത്തതിന്റെ പേരിലോ അത് തലമുറകൾ ഉണ്ടായിട്ടും അവരുടെ ഒരു നന്മ അനുഭവിപ്പാനോ അവരെ സ്വസ്ഥമായി ഒന്ന് വളർത്തുവാനോ അവരോടൊപ്പം ഹല്ലേലൂയ സ്വസ്ഥമായി സംസാരിപ്പാനോ കഴിയാതിരിക്കുന്നതാണോ വിഷയം? എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചറിയിക്കുന്നു, ഇതെല്ലാം മാറ്റുന്ന, ഇതിനെല്ലാം മാറ്റുവാൻ കഴിയുന്ന ഒരു നസറേനായിരിക്കുന്ന കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, പലപ്പോഴും ഹല്ലേലൂയ നാം ഭാരപ്പെട്ട് ഞരങ്ങുന്നവരായിരിക്കാം. എന്നാൽ സ്വർഗ്ഗം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ദൈവമാണ്. ദാനിയേൽ പ്രവചനത്തിൽ ഇപ്രകാരം ഒരു കാര്യമുണ്ട്, കൈതൊടാതെ ഒരു കല്ല് പാഞ്ഞു വരുന്നു. അത് ഹല്ലേലൂയ രേഖകൾക്കെതിരെയാ. ഹല്ലേലൂയ ബിംബത്തെ നിർത്തിയിരിക്കുക. ഇതിനെ നമസ്കരിക്കുന്നവർക്കല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ തന്റെ ജനത്തിനെതിരായി നിൽക്കുന്നതിനെ തകർത്ത് കളയുവാൻ സ്വർഗത്തിൽ നിന്ന് പാഞ്ഞു വരുന്ന ഒരു കല്ലുണ്ട്. അത് വെറുതെ വന്നതല്ല, അത് വന്നിട്ട് അതിനെ സകലത്തെയും തകർത്ത് ഒരു മഹാപർവ്വതമായി നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ ഇറങ്ങട്ടെ. പ്രിയ സഹോദരി, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുമ്പോ വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ മറുപടി നിന്ന് മാനിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. ഓ റിവാന വല വൗഡ പ്രൗഢമാന വല വൗഡ രഗദന റീവൽഗ വല വല ഹല്ലേലൂയ. ഈ കർത്താവിന്റെ സന്നിധിയിലാ
ഞാൻ നിങ്ങളും അടുത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനോട് കർത്താവ് പറയുന്നു, പത്രോസേ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. അത് ഇന്ന് ഈ ലോകത്തിൽ നോക്കുമ്പോൾ പലരുടെയും പേരിൽ പലതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭകളിൽ ചെന്ന അസ്വസ്ഥതയുണ്ടോ? അവിടെ സമാധാനമുണ്ടോ? തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടോ? ഒന്നുമില്ലാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ദൈവജനമേ ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, പത്രോസിനോട് കർത്താവ് പറഞ്ഞത് എന്താ? പത്രോസേ, ഈ പാറമേൽ, ഏത് പാറമേൽ? ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യുകയില്ല? അതിനെ ജയിക്കയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സഭ പർവ്വതമാണ്. ഏത് പർവ്വതം? ക്രിസ്തുവാകുന്ന പർവ്വതം. അപ്പോൾ സഭ നിൽക്കുന്നത് പർവ്വതത്തിലാണ്. സഭ പർവ്വതമാണ്. അതോ അപ്പോൾ തന്നെ ഹല്ലേലൂയ, സഭ നിൽക്കുന്നതും പർവ്വതത്തിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളും ഹല്ലേലൂയ ആടി ഉലഞ്ഞു പോകുവാനുള്ളവരല്ല. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, 15-ാം സങ്കീർത്തനത്തിൽ, ഹല്ലേലൂയ, യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും? യഹോവയുടെ ആലയത്തിൽ പർവ്വതത്തിൽ ആർ കയറും? എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ രണ്ട് കാര്യമാണ്. ഹല്ലേലൂയ, അത് വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ഹല്ലേലൂയ. ഈ രണ്ട് ചോദ്യങ്ങളുമായിട്ട് നിൽക്കുന്ന ഈ സങ്കീർത്തനം, ഹല്ലേലൂയ, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിന് പ്രാകാരമുണ്ടായിരുന്നു, വിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു, അതിവിശുദ്ധ സ്ഥലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രാകാരത്തിൽ സാമാന്യ ജനവും വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാര് നിൽക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കലേക്ക് മാത്രം പ്രവേശനം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ പുതിയ നിയമത്തിന്റെ വക്താവായിരിക്കുന്ന പുതിയ നിയമത്തിൽ ഹല്ലേലൂയ, കർത്താവ് നമുക്ക് മന്ദിരമാണ്. കർത്താവ് നമ്മുടെ കൂടാരമാണ്. ഹല്ലേലൂയ. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും ഹല്ലേലൂയ തികവുമേറിയതുമായിരിക്കുന്ന ഒരു കൂടാരം എന്റെ യേശു, എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. ഹല്ലേലൂയ. അതിൽ ആശ്രയം കണ്ടെത്തി, അതിൽ അഭയം കണ്ടെത്തിയിരിക്കുന്നവർക്കാണ് എന്ത്? ഒരു ദൈവ പൈതലായി തീരുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവിടെ ഇടയാക്കി തീർക്കുന്നത്. വെറുതെ ഹല്ലേലൂയ വന്ന് ദൈവമേ എനിക്കത് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ അവന്റെ പൈതൽ. ഹല്ലേലൂയ. അവന് വേണ്ടി ആ ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും ഒരുപോലെ മഴയെ കൊടുക്കുന്ന ദൈവമാ. ദൈവമാരെ തള്ളിക്കളയുകയില്ല. എന്നാൽ ദൈവ പൈതലേ, എനിക്ക് നിങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയുള്ളത് കൊണ്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ വിശുദ്ധമായിരിക്കുന്ന പർവ്വതത്തിൽ ആരാണ് കയറുക? ഹല്ലേലൂയ. അങ്ങനെ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പനകൾ ലഭിക്കുന്നു. എന്നാൽ 10 കൽപ്പനകൾ ലഭിച്ച ഹല്ലേലൂയ മോശ കൽപ്പന ഹല്ലേലൂയ എല്ലാവർക്കും കൊടുത്തു. അത് നമുക്കും ബാധകമുണ്ട്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഈ പർവ്വത അതായത് ഈ ഹല്ലേലൂയ സഹസ്രാബ്ദ ആലയമായിരിക്കുന്ന പർവ്വതത്തിലേക്ക്, അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് കടക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ചില യോഗ്യതകൾ വേണമെന്ന് ഈ ഹല്ലേലൂയ 15-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ. ആ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്, നിഷ്കളങ്കരായ വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് അകമേ ഉള്ളതാണ്. വേർപാടെന്ന് പറയുന്നത് അത് ബാഹികമാണ്. അപ്പോൾ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കണമെന്ന് ദൈവം ശക്തമായി നമ്മോട് പറയുന്നു. ഈ സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ കാര്യം, ഹൃദയപൂർവ്വം നാം സത്യം സംസാരിക്കും, നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, കളങ്കമില്ലാത്തവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹൃദയപൂർവ്വം സത്യം പറയുന്നവരായിരിക്കണം, നാവ് കൊണ്ട് കുരള പറയാത്തവരായിരിക്കണം, കൂട്ടുകാരനോട് ദോഷം ചെയ്യാത്തവനായിരിക്കണം, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവനായിരിക്കണം, വഷളനെ നിന്ദനായി എണ്ണുന്നവൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഒന്നിൽ പറയുന്നുണ്ടല്ലോ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നീ നടക്കരുത്, പാപിയുടെ വഴിയിൽ നീ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. ദൈവജനത്തിന് തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥ 1-ാം സങ്കീർത്തനത്തിൽ കൂടി പറയുമ്പോൾ തന്നെ ഈ 15-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, യഹോവ ഭക്തന്മാരെ വഷളരെ നിന്ദനായി നീ എണ്ണിക്കൊള്ളണം. യഹോവ ഭക്തന്മാർ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. നിന്റെ വായിൽ നിന്ന് സത്യം വിട്ടു പോകരുത്. നിന്റെ ദ്രവ്യം നീ പലിശയ്ക്ക് കൊടുക്കരുത്. ഇന്ന് ഹല്ലേലൂയ അനേകർ എന്താ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുത്ത് ഒന്നിനു പിറകെ മറ്റൊന്ന് കൂടി സമ്പാദിക്കുന്നവരാണ്. അത് ഹല്ലേലൂയ ആത്മീയ ഗോളത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങിക്കുന്നവനും ഈ പറയപ്പെട്ടത് ഒരു വ്യക്തി പോലും ഈ പർവ്വതത്തിലേക്ക് കയറി
ആലയത്തിലേക്ക് ചെല്ലുകയില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അത് വ്യക്തമായി നമ്മോട് പറയുകയാണ്. ഈ ആലയത്തിൽ പ്രവേശിക്കുന്നത് ഹല്ലേലൂയ ഇങ്ങനെയുള്ളവരായിരിക്കണം. അതാണ് 15ാം സംഘത്തിൽ കൂടി നമുക്ക് തരുന്ന ഗൈഡൻസ്. ആ ദൈവ പൈതങ്ങളെ ഹല്ലേലൂയ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ ഇത് പറയുന്ന എനിക്കും ബാധകമാ. ഞാൻ എന്റെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുവചനങ്ങളെ, സത്യങ്ങളെ ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയുവാൻ. ഹല്ലേലൂയ ഇങ്ങനെയുള്ളവരത്രേ ആലയത്തിൽ പ്രവേശിക്കുന്നത്. അവർ എന്ത് ചെയ്യില്ല, ഒരു നാളും അവർ കുലുങ്ങി പോകയില്ല. പാറയും പർവ്വതവുമെല്ലാം ഹല്ലേലൂയ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ്? ഹല്ലേലൂയ അതേ പാറമേൽ. ഹല്ലേലൂയ ക്രിസ്തുവാകുന്ന പാറമേല. പാറമേൽ അടിസ്ഥാനം വിട്ട ഭവനത്തെ പറ്റി എനിക്ക് നിങ്ങൾക്കും അറിയാം. പാറമേൽ അടിസ്ഥാനം വിട്ട ഭവനമോ അതൊരു നാളും വീണു പോകുകയില്ല. ഭൂമിയിൽ ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ അതേ പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ടവർ അല്പം ജനം മാത്രമായിരുന്നു. അതൊക്കെ എന്താ? സ്നാനത്തിന് മുൻകുറി ലോത്തിനോട് അബ്രഹാം മുഖാന്തരം ലോത്തിനെ വിടുവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ലോത്തിന് രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. ലോത്തിനോട് പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ പറയുമ്പോ ലോത്ത് പറയാ, അവിടെ ഒന്നും എനിക്ക് ഓടിപ്പോകുവാൻ കഴിയില്ല, ഞാൻ ഈ സോവാറിലേക്ക് കടന്നു പോകാം. സോവാർ അവന് രക്ഷയായില്ല. പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. ഹല്ലേലൂയ അതെ ഞാൻ പാടുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ എനിക്ക് ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ കഴിയുകയില്ല ഹല്ലേലൂയ എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഹല്ലേലൂയ അവരെല്ലാം വഴിവഴിപ്പിൽ തന്നെ നിൽക്കുന്നുവെന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ അത് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം ഏത് വിധത്തിലാണ് ഈ കേട്ടതായിരിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും കുറവശങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ക്രമീകരിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ക്രമീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. കർമ്മേൽ പർവ്വതവും സഭയ്ക്കും ഹല്ലേലൂയ ആരാധനയെ പറ്റി നമുക്കറിയാം. അവിടെ ആരാധന വെളിപ്പെട്ടത് ഹല്ലേലൂയ ഒന്നാമത്തെ പ്രാർത്ഥനയിൽ. എല്ലാവരും പറയും ഒന്നാമത്തെ പ്രാർത്ഥനയിൽ ദൈവം തീ ഇറക്കി നല്ല. രണ്ടാമത്തെ അതിന്റെ വാക്യം താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എല്ലാ ക്രമീകരണവും വരുത്തിയിട്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏലിയാവ് പ്രാർത്ഥിച്ചു. യാഗപീഠം ഹല്ലേലൂയ പുതുക്കി പണിതിട്ട് അതിന്റെ മഹാത്മ്യം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെത്താനെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ നിന്റെ ദാസനെന്നും നിന്റെ കൽപ്പന പ്രകാരം ഇതൊക്കെ ചെയ്തെന്നും പറയുമ്പോൾ ഹല്ലേലൂയ വെളിപ്പെട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം സംസാരിച്ചില്ല. പിന്നെ പറയുന്നത് ദൈവമേ നീ തന്നെ എന്റെ ദൈവമാ. ഞങ്ങളുടെ ഹൃദയം ഹല്ലേലൂയ അത് ഞങ്ങളുടെ ഹൃദയം തിരിച്ച് വീണ്ടും നീ തിരിച്ച് എന്ന്, അതായത് ഞങ്ങൾ പിന്നെയും മടങ്ങി വന്നു, ദൈവസന്നിധിയിൽ മടങ്ങി വന്നു എന്ന് പറയുമ്പോഴാണ് എന്ത് ഈ ജനം അറിയേണ്ടതിന് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. അതായത് സമർപ്പണത്തിലും ഹല്ലേലൂയ സമർപ്പണത്തിലും അനുതാപത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ അത് ഈ വിശ്വാസം നാം അബ്രഹാമിനെ പറ്റി പഠിച്ചു നോക്കുമ്പോൾ അബ്രഹാം ചിരിച്ചതിനെ പറ്റി ആരും പറയുകയില്ല. ആ 17ാം അധ്യായത്തിലാണ് തോന്നുന്നു അബ്രഹാം കവിണ്ണ വീണ് ചിരിച്ചതായിട്ട് പറയുന്നു. സാറ വീടിനകത്തിരുന്നേ ചിരിച്ചുള്ളൂ. എന്നാൽ ഹല്ലേലൂയ പിൽക്കാലത്ത് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായിട്ട് ഹല്ലേലൂയ മാറ്റിയത് എന്താ? പിന്നീടുള്ള കാര്യങ്ങളൊക്കെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ നിന്റെ മകനെ കൊണ്ടുവാ, യാഗം കഴിക്കുവാൻ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ ചെയ്തെടുക്കുവാൻ അബ്രഹാം നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ തിരുവചനങ്ങളെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതം എപ്രകാരമാ? ഹല്ലേലൂയ നാം ഏത് വിധത്തിലാ? ഹല്ലേലൂയ നാം ഈ കണ്ടതായിരിക്കുന്ന ഈ കേട്ടതായിരിക്കുന്ന തിരുവചനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണോ നമ്മുടെ ജീവിതം? ഞാൻ എന്റെ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ് നമ്മുടെ സമയം തീരുവാറായല്ലോ. ഞാൻ എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ഹല്ലേലൂയ എന്റെ വിവാഹം 2007 നടന്നു. എന്നാൽ നീണ്ട 14.5 വർഷക്കാലം തലമുറയില്ലാതെ ഭാരപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ പ്രകാരം ഇങ്ങനെ ഒരു ഹല്ലേലൂയ അവസരം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ചില വിഷയങ്ങൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ഉപവാസം എല്ലാം ഉണ്ട്. എന്നാൽ ജീവിതത്തിൽ ശൂന്യതകൾ അനുഭവിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ. ഹല്ലേലൂയ പ്രിയ സഹോദരി, നിനക്ക് തലമുറയില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ എന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ മാനിക്കുവാൻ സർവശക്തനാ. നീണ്ട 14.5 വർഷം തലമുറയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. നിന്ദകൾ
നിന്ദകളും അപമാനങ്ങളും ഏറ്റ് എന്തിനേറെ കോടതി വരാന്തയിൽ പോലും ഞങ്ങൾ കയറി നിൽക്കേണ്ട അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്തിനു നീ ഇവിടെ നിൽക്കുന്നു, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ള എന്ന് പറഞ്ഞതായിരിക്കുന്ന അനുഭവം പോലും എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നിന്ദകളും അപമാനങ്ങളും ഹല്ലേലൂയ പുറത്തു നിന്നല്ല അകത്തു നിന്ന് കടന്നു വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീര് കടന്നു ചെന്നു. ഹല്ലേലൂയ ഒരു ഹന്നയെ ഓർത്തതുപോലെ എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എന്ന് പറയത്തക്ക രീതിയിൽ സ്വർഗം എനിക്ക് ഒരു തലമുറയെ ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ കുഞ്ഞിന് 4 വയസ്സ് കഴിഞ്ഞു. LKG കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. 14 വർഷം കഴിഞ്ഞതിന് ശേഷം ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം മാനിച്ചുവെങ്കിൽ പ്രിയ സഹോദരി, നിങ്ങളെ മാനിക്കുവാൻ എന്റെ ദൈവം സർവശക്തന. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ റൂം ഹല്ലേലൂയ കഴിഞ്ഞ മെയ് 28 ഹല്ലേലൂയ ഞങ്ങളും കുഞ്ഞും ഇവിടെ ഇരുന്ന് ഏതോ ഒരു വിഷയത്തിന് വേണ്ടി ജെസ്സി ജോബോയ് സിസ്റ്റർ പറഞ്ഞ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഇവിടെ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് എവിടുന്ന് കടന്നു വന്നെന്നോ എന്താണെന്നോ ഒന്നും എനിക്കും എന്റെ കുഞ്ഞിനും മനസ്സിലായില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇരുന്ന ഈ മുറിയിൽ, ഞാൻ ഇരിക്കുന്ന ഈ ബൈബിൾ വെച്ചിരിക്കുന്ന ഈ ടേബിളിൽ തീ പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഇരുന്ന സകല സാധനങ്ങളും പൊട്ടിത്തെറിച്ച് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ. ഞങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക്, ഞങ്ങൾ ആ ഇരുന്ന സ്ഥലത്ത് ഒരു മൊബൈലിന്റെ ചാർജർ അവിടെ കുത്തിവെച്ച് തെറിച്ചു വന്ന് ഞങ്ങളുടെ മേൽ വീഴാതെ വേണം അതിനെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ മേശയുടെ ഉള്ളിലേക്ക് തന്നെ ഹല്ലേലൂയ അതിനെ താഴ്ത്തി കളഞ്ഞിട്ട് ആ മേശയിൽ തീ കത്തി. ആ തീ ഞങ്ങൾ ആരും കെടുത്തിയില്ല. ഞാൻ ആ തറയില് എനിക്ക് പെട്ടെന്ന് കേൾവി നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് സംസാരിപ്പാൻ കഴിയാത്തതുപോലെ ഞാൻ ഭാരപ്പെട്ടു. ഹല്ലേലൂയ എന്നാൽ അപ്പോൾ ഹല്ലേലൂയ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടിട്ട് എന്നെ വലിച്ചു പോക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ അവിടുന്ന് പോക്കി. ഞാൻ ഈ വീഴുമ്പോൾ എന്റെ കുഞ്ഞിനെ ഞാൻ ചേർത്ത് പിടിച്ച് തറയിൽ കമന്ന് കിടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ ഓടി വന്ന് എന്താ സംഭവിച്ചത്? അച്ഛൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എല്ലാ സൗണ്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെങ്കിലും ഇരുന്ന സ്ഥാനത്തൊന്നും ഒരു തലമുടി നാരിന് പോലും കേടുപറ്റാതെ ഞങ്ങളെ ദൈവം സൂക്ഷിച്ചു. അമ്മ ബാത്റൂമിൽ ഇരുന്ന് അമ്മ തറയിൽ വീഴുവാനായത് ഡെയ്സി ജോഷി ആന്റിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഹല്ലേലൂയ അത് തറയിൽ വീണിട്ട് അമ്മ ഓടി വരുന്നത് ഞങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ 3 പേരും പോയി, ഇനി എനിക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് അമ്മ അലറി വിളിച്ച് കരഞ്ഞു വരുമ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ മരിച്ചു പോയി എന്നാ ഞാൻ വിചാരിച്ചത്. ഹല്ലേലൂയ ഞങ്ങളുടെ ഈ ഞാനിരിക്കുന്ന റൂമിന്റെ സൈഡിനോട് ചേർന്ന് 2 തേക്ക്, ഒരു ഹല്ലേലൂയ ഒരു തെങ്ങൊക്കെ കരിഞ്ഞാണ് നിൽക്കുന്നത്. കരിഞ്ഞു പോയി. ഞങ്ങൾക്ക് പകരമായി സ്വർഗം ചിലതിനെ ഹല്ലേലൂയ മാറ്റി തകർത്ത് കളയുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ തിരുവചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സാക്ഷ്യത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വളരെ 2007 ഞാൻ ഹല്ലേലൂയ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുവാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ വാഹനത്തിൽ ആംബുലൻസിൽ കയറുമ്പോൾ ഓക്സിജൻ ഓൺ ചെയ്ത് വെന്റിലേറ്റർ കണക്ട് ചെയ്യുമ്പോൾ ഓക്സിജൻ ഓൺ ചെയ്ത് കടന്നു വന്നത് ഒറ്റയടിക്ക് തീയാണ് കടന്നു വന്നത്. ആംബുലൻസ് ലോക്കായി. എനിക്കും പേഷ്യന്റിനോ മറ്റുള്ളവർക്കോ പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ അതിനകത്ത് അകപ്പെട്ടു പോയ ഒരവസ്ഥയുടെ. ഒരു പക്ഷെ ആരെങ്കിലും ഇത് അറിയാവുന്ന വ്യക്തി ഈ ഡിവൈസിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ അങ്ങനെ ഇത് ഇന്റർനാഷണൽ വിഷയമായിട്ട് അവരുടെ എല്ലാ മീഡിയകളിലും വന്നതാണ്. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ മരണം നിനക്ക് വലുതാ, വിലയേറിയതാ. അങ്ങനെയെങ്കിൽ എന്നെ നിന്ദിക്കുന്ന അനേക കൂട്ടുകാർ ഇവിടെ ഉണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ഇവൾ ഹല്ലേലൂയ കാര്യം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. അവരുടെ മധ്യത്തിൽ നീ ദൈവമെന്ന് വെളിപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി എന്നെ ഹല്ലേലൂയ എടുത്തെറിയുന്നത് പോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഓടുമ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്ക്, നീ തന്നെ താൻ രക്ഷപ്പെടുന്നുവെങ്കിൽ ജീവിതത്തിൽ നിനക്ക് നിന്റെ ദേശത്തേക്ക് കടന്നു പോകുവാൻ ഇടയാകില്ല. ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗിയെ തീക്കകത്ത് വിട്ടിട്ട് പോയതിന്റെ പേരിൽ സൗദി ഗവൺമെന്റ് നിന്നെ തുറങ്കിലടയ്ക്കുവാൻ ഇടയായി തീരും. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ആ ലോക്കായി കിടന്ന ആ സ്ട്രക്ചർ എങ്ങനെ ഞാൻ വലിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്ര ഒരു വാക്ക് മാത്രം പറഞ്ഞു, സ്തോത്രത്തിന് വിലയുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ സ്ട്രക്ചർ അവിടുന്ന് വിട്ടിട്ട് എത്ര ദൂരം ആ ER സൈഡോളം അത് ഓടിപ്പോവാൻ അവിടെ ചെന്ന് ആ പേഷ്യന്റിന്റെ
എടുത്ത് ഞാൻ കോഡ് അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ബോധമുണ്ട്. എന്നാൽ കോഡ് അനൗൺസ് ചെയ്തു, പേഷ്യന്റിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, എനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത ഉണ്ടായി. സ്മോക്ക് ഇൻഹലേഷൻ ആയതുകൊണ്ട് ഒരു ചെറിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായി. എന്നെ ഓക്സിജനിലേക്ക് മാറ്റി. ഞാൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവജനമേ, മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും, തീയുടെ മധ്യത്തിൽ കടന്നു പോയാലും അവിടുന്ന് വിടിവെപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ ദൈവത്തെ പറ്റിയാ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഈ കർത്താവിന്റെ സന്നിൽ നമുക്ക് നിലനിൽക്കണമോ, അതോ കൂട്ടുകാരന് വേണ്ടി നിന്ന് ഹല്ലേലൂയ മറ്റുള്ളവരെ വഷളനായി എണ്ണുവാനോ, കൂട്ടുകാരനോട് ദോഷം ചെയ്യുവാനോ, അപമാനം പറയുവാനോ, ഇതിനൊന്നുമല്ല നമുക്ക് നേരമുള്ളത്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എനിക്ക് അനുവദിച്ചതായിരിക്കുന്ന സമയങ്ങളൊക്കെ തീർന്നുവല്ലോ. അതായത് സമർപ്പണത്തിലും അനുതാപത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നാം വായിച്ചതായിരിക്കുന്ന വചനഭാഗം മറന്നു പോകരുത്. മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും ഹല്ലേലൂയ അനേക ദൃഷ്ടിയിൽ ആനന്ദവുമായി തീരുന്നു. അങ്ങനെയെങ്കിൽ ദൈവസഭയിൽ കടന്നു വന്ന നിങ്ങൾക്കും ഈ കർത്താവിന്റെ സഭയിൽ ആനന്ദത്തോടെ ആയി തീർപ്പാൻ, ആനന്ദത്തോടെ നമുക്ക് നിൽക്കുവാൻ, അന്ത്യത്തോളം ഹല്ലേലൂയ കർത്താവിന്റെ മഹിമാസന്നതിയിൽ നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തെ വിട്ട് ഞാൻ നിങ്ങളും എവിടെ പോകും? ഭൂമിയുടെ അറ്റത്ത് എന്ന് പാർക്കാൻ അവിടെ ദൈവത്തിന്റെ കരം നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. പർവ്വതങ്ങളും കുന്നുകളും എല്ലാം മാറിപ്പോയാലും നീങ്ങിപ്പോകാത്ത കർത്താവിന്റെ ദയക്കുള്ളിൽ അന്ത്യത്തോളം നിൽക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനഭാഗങ്ങളിൽ കൂടി വചനങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അത് പർവ്വതമാകുന്ന സഭയിൽ, പർവ്വതമാകുന്ന സഭയാമാലയത്തിൽ സഹസ്രാബ്ദ ആലയ വാഴ്ച കാലഘട്ടങ്ങളിൽ നാം കൈവിടപ്പെട്ടു പോകാതെ കർത്താവിന്റെ വരവ് വരെയും ഹല്ലേലൂയ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്രകാരം എനിക്ക് വേണ്ടി ഹല്ലേലൂയ സമയങ്ങളെ അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടും ദൈവജനത്തോടും ദൈവസഭയോടുമായിരിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വചനത്തിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.